അതല്ലേ ഇതിന്റെ ആ ഒരു പ്രത്യേകത. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇതാ ഒരു വീക്കെൻഡോട് വന്നേക്കാണ്. അപ്പം കുറേ നാളായി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോയേക്കാന്ന് വെച്ചു. പുറത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഇവിടെ ബഹ്റൈനിൽ 400 വർഷം പഴക്കമുള്ള ഒരു അപ്പൂപ്പ മരമുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ട്രീ ഓഫ് ലൈഫ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 വർഷം നമുക്കെന്ന് വെച്ചാൽ മരം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ 400 വർഷമായിട്ടും അതിങ്ങനെ നല്ല പച്ചപ്പോടെ നിൽക്കുകയാണ്. അപ്പോൾ അത് കാണാൻ കുറേ ആൾക്കാരൊക്കെ വരും. ഞാനൊന്ന് കാണാൻ പോകാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഓർത്തു അതിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ കൂടെ എന്തായാലും സുന്ദരിയൊക്കെ ആയിട്ടില്ല. നമ്മൾ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ കുറച്ച് സുന്ദരിയായിട്ടൊക്കെ പോകാം. എന്നാൽ ഓവറായിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു മേക്കപ്പാണ്. അപ്പം ഞാനത് വീഡിയോ ആയിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആകുമല്ലോ. പിന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴാണല്ലോ കുറേ ഫോട്ടോസ് എടുക്കും, പിന്നെ കുറേ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിന് പറ്റിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പം നമ്മൾ ഇതുപോലെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഞാനിതിൻ്റെ ആദ്യം തന്നെ ഇവിടെ ഒരു ഫേസ് സെറമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡോക്ടർ റാഷേലിൻ്റെ വൈറ്റമിൻ സി സെറാണ്. ഞാനിതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളി ഫേസ് സെറാണ്. അപ്പം നിങ്ങളിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസ് സെറം ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫേസ് അത്യാവശ്യം ഗ്ലോ ആയിട്ടും ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ഫേസ് ഡ്രൈ ആകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഫേസ് സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഇതൊരു സൺസ്ക്രീനാണ്. നിങ്ങളെപ്പോൾ പുറത്ത് പോയാലും സൺസ്ക്രീൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതും ഡോക്ടർ റാഷേലിൻ്റെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ 2 ഫിംഗർ മെത്തേഡൊക്കെ വെച്ചിട്ട് സൺസ്ക്രീന് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ വിസിബിളായിട്ടുള്ള സ്ഥലത്തൊക്കെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിനനുസരിച്ച് സൺടാൻ ഏൽക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ എൻ്റെ ഫേസ് സെറം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് സെറം അല്ല, സോറി, സൺസ്ക്രീന്. പിന്നെ സൺസ്ക്രീന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം തന്നെ അത് കുറച്ച് ഇങ്ങനെ എന്താണ് വെള്ള കളറായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയെടുത്ത് വേണം അത് തുടച്ച് മാറ്റാനായിട്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുമ്പം പുറത്ത് പോകുന്നതിന് ഒരു 20 മിനിറ്റൊക്കെ മുൻപ് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് ഇവിടെ ഒരു കോമ്പാക്ട് പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഫാർമസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതൊരു നമ്മുടെ ഫേസിന് ഫുൾ ആ ഒരു കവറേജ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ കോമ്പാക്ട് പൗഡർ നമ്മുടെ കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബ്ലഷാണ് കേട്ടോ. ബ്ലഷിങ് നമ്മളെപ്പോഴും ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്ലഷ് കൊടുക്കണതാണ്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് ലൈറ്റൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ആ ബ്രഷ് വെച്ച് കൊടുത്തിട്ട് അത്ര പെർഫെക്റ്റായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനിത് എൻ്റെ കൈ വെച്ച് തന്നെ അത്യാവശ്യം തട്ടിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം കാണാൻ പറ്റും കേട്ടോ. ഞാനിതിപ്പോൾ ഇതിലായതുകൊണ്ട് വെട്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ ലിപ്സ്റ്റിക്കായിട്ട് നമ്മുടെ മെബിലൈൻ്റെ ഒരു ലിപ് കളർ പാലറ്റാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പ്രൈമർ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടും അവസാനം. പിന്നെ ഒരു ലിപ്പ് ലൈനർ പോലെ ഞാൻ അതിൻ്റെ ആ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളറ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 6 കളറോളം ഉണ്ട്. അപ്പോൾ ഞാനിതിന് ഒരുപാട് ഡാർക്ക് കളർ എനിക്ക് ഇഷ്ടമല്ല ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഡാർക്ക് അല്ലാത്ത ഒരു കളർ എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പോൾ ലിപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാധാരണ അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇതല്ല, സാധാ ലിപ്സ്റ്റിക്ക് ഏതെങ്കിലും ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ട്രൈ ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. വീഡിയോ ചെയ്യുമ്പോൾ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ അവസാനം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഹൈലൈറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റർ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു
എന്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ്. പിന്നെ ഞാൻ അത് വെച്ചിട്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ പുറത്ത് അങ്ങനെ അധികം മേക്കപ്പ് ഇടാറില്ല, പക്ഷെ കുറച്ചിങ്ങനെ ഒരു എന്തായാലും ഒരു മേക്കപ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് കണ്ണൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ആ ഹൈലൈറ്റർ വെച്ചിട്ട് അവിടെയും കൂടെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതാണ് അടുത്ത പടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജീൻസും ടോപ്പും ഒക്കെ ആണെങ്കിൽ കണ്ണെഴുതുമ്പം കണ്ണിൻ്റെ പുറത്ത് മാത്രം എഴുതണമായിരിക്കും, നല്ല അടിയിൽ എഴുതിയാൽ ഭയങ്കര വേറൊരു ലുക്കായി പോവും. അപ്പം ഞാൻ കണ്ണിൻ്റെ പുറത്ത് മാത്രം ഒരു വിങ്ങൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കണ്ണ് എഴുതിയെടുത്തിട്ടുണ്ട്. കണ്ണ് ഒരുപാട് തിക്കായിട്ട് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മുടെ ഔട്ട്ഫിറ്റ് നോക്കിയിട്ട് നമ്മൾ കണ്ണ് എഴുതിയാൽ മതി. പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുന്നതാണ് അടുത്തൊരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ മസ്കാര ഇട്ട് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണിൻ്റെ അടിയിലും കൂടെ നമ്മൾ മുകളിൽ ഐലാഷസ് ഇട്ട് കൊടുക്കുമ്പം താഴെയും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പം കണ്ണ് അത്യാവശ്യം വിടർന്ന് നല്ല ഭംഗിക്കിരിക്കും. ഇതും ഫാർമസിയുടെ തന്നെ ഒരു മസ്കാരയാണ് കേട്ടോ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മസ്കാരയാണ്. പിന്നെ ഞാൻ അതുകൊണ്ട് ആ മസ്കാര വെച്ചിട്ട് തന്നെ ഒരു എളുപ്പവഴി കാണിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഐബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിക്കെടുക്കണ്ട, കുറച്ച് മാത്രം അതിൻ്റെ അകത്ത് അവസാനം ഉണ്ടായിരുന്ന വെച്ചിട്ട് ഐബ്രോസും കൂടെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് സമയം ആവില്ല. പിന്നെ ഏതാണ്ട് ഇവിടെ ഹെയർ ഇപ്പം പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റായിരിക്കും. അപ്പം മുടി ഇങ്ങനെയാണ് നമ്മൾ കെട്ടി വെച്ചേക്കണേ. ഇറങ്ങിയിട്ടിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കണ്ണിന് വരണ്ട, ഞാൻ വെറുതെ കണ്ണൊക്കെ എഴുതിയതായി പോയി. അപ്പോൾ നമ്മളൊരു 1 മണിക്കൂർ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞിട്ട് പൊന്നും എൻ്റെ കണ്ണൊക്കെ ഇവിടുത്തെ നല്ല വെയിലാണ്. എന്താണ് വണ്ടി ഓടിക്കുന്നത്, പറപ്പിച്ച് വിടുവപ്പാ. ഇനി ഒരു 10 കിലോമീറ്ററും കൂടെ ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുന്ന ഇതാണ് നമ്മൾ കുറേ നാളായിട്ട് പിന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്ന് പറയുന്നത് ഒരു 400 വർഷമൊക്കെ പഴക്കമുള്ള ഒരു ട്രീയാണ് പറയുന്നത്. കുറേ ആൾക്കാർ ഇത് കഴിഞ്ഞായിരുന്നു ഈ അപ്പൂപ്പന്മാരെ കാണാൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ നല്ലൊരു ഫീൽ തന്നെയാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്താണ് നമ്മൾ കുറേ ആഗ്രഹിച്ച് നമ്മുടെ ട്രീ ഓഫ് ലൈഫിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു സൈസ് ഇലയാണ്. പിന്നെ ഇതിൽ നമുക്ക് കയറി ഇരിക്കാനും കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് എല്ലാവരും കയറുന്ന ഫോട്ടോ ഒക്കെ എടുക്കണ്ടാകും. കയറി ഇരിക്കാൻ പറ്റാതിരിക്കാനുള്ള സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ആൾക്കാർക്ക് പ്രായമാകണവരെ തന്നെ കണ്ടോ, മരത്തിന് നല്ല 400 വർഷം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പഴക്കമുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും കുറേ എന്താണ് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. ഒരാളത് അതുമത് കയറിയിരിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി അതേ കയറിയിരുന്നു. പേടിച്ചൊക്കെ ഇരിക്കണേ കയറി. എടി അങ്ങോട്ട് നോക്കിയടി കേറി നോക്കി. അധികം എന്താ പൊക്കമൊന്നുമില്ല. ഇതിന് ആൾക്കാർ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ വേണ്ട നനഞ്ഞെടുക്കണം. പിന്നെ ഇത് കൊറേ പൊക്കമില്ല, പക്ഷെ കൊറേ ശിഖരങ്ങൾ ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇത് ഇതിനെന്താ പറയുന്നത്, അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഇത്രയും വർഷം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇടയിൽ. ഈ മരം ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നാലും ഇവിടെ മഴയെ പിന്നെ വെള്ളവും അടുത്തൊന്നും ഇങ്ങനെ വളരണം അല്ലേ ഇതിന്റെ ആ ഒരു പ്രത്യേകത. അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ 400 വർഷം പഴക്കമുള്ള അപ്പൂപ്പൻ മരത്തിന് ചോട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ എന്തോ ഒരു ഇതിൻ്റെ ഫോട്ടോ ഗാലറി, ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മരത്തിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അവരൊരു ഫോട്ടോ പോലൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഇവരവിടെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താണ് ഇത്രയും പ്രായമുള്ള ഒരു അപ്പൂപ്പൻ മരത്തിൻ്റെ പിന്നിലെ ചരിത്രം എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. തിരിച്ചു പോകാമെന്ന് ഓർത്തിപ്പോൾ ഇത് 5:30 ആയതുള്ളൂ. പക്ഷെ തണുപ്പ് തുടങ്ങാൻ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് രാത്രി ആയ പോലെ തോന്നുന്നുണ്ട്. നമുക്കിവിടെ വന്നിട്ട് വേണ്ട നല്ലൊരു ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ട്രീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇത് കാണാനായിട്ട് ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ മൈക്ക് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും. അപ്പം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. പിന്നെ നമ്മുടെ അപ്പൂപ്പൻ മരത്തിനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പം ഞങ്ങളിത് 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവാണ്. ഞങ്ങളിവിടെ ആകെ കണ്ടത് ഒരു ഐസ്ക്രീം ഇത് മാത്രമാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ട്രീ ഓഫ് ലൈഫിനോട് വീട് പറഞ്ഞ് പോവുകയാണ്.